Looking at Oh, that's scorecards. using you. That's like the most unusing using. That's pretty big using in my book. Obviously it is. If Yo, the thing is, this is not a problems. അപ്പോൾ ഇന്ന് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഇവിടെ ബോക്സിംഗ് ഡേ സ്പെഷ്യൽ വ്ളോഗാണ്. ആക്ച്വലി December 25th, ഇത് ക്രിസ്മസ് കഴിഞ്ഞ് വരുന്ന December 26th ബോക്സിംഗ് ഡേ ആഘോഷിക്കുന്നത്. ലോകത്തിൻ്റെ മിക്ക നാടുകളിലും ബോക്സിംഗ് ഡേ ആഘോഷിക്കുന്നുണ്ട്. ഇതറിയാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ December 26th ബോക്സിംഗ് ഡേ എന്ന് അറിഞ്ഞോളൂ. അപ്പോൾ ഇതാണ് ഞാൻ സാറ ഷോപ്പിംഗ് ആണ്. പിന്നെ അതുപോലെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് പോകണം. അപ്പോൾ ഇന്നിപ്പോൾ സാറയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരുണ്യ ഷോപ്പിംഗ് സെൻ്ററാണ് കേട്ടോ. ഇതിവിടെ എന്ന് പറയണത് ഒരു രക്ഷയില്ല, അമ്മാതിരി തിരക്കായിരുന്നു ഇതിൻ്റെ ഉള്ളിലെല്ലാം. ഇവിടെ മാത്രമല്ല, ഇവിടെ ഓൾമോസ്റ്റ് 26th എല്ലാ ഷോപ്പിംഗ് മാളുകളും ഫുള്ളായിരിക്കും. അത്ര തിരക്ക് അനുഭവപ്പെടുന്ന ദിവസങ്ങളാണ് ഇതെല്ലാം കേട്ടോ. നമ്മൾ വാട്ടർ ടൗണിലേക്കാണ് പോണത്. വാട്ടർ ടൗൺ ഇപ്പോൾ ഇതിൻ്റെ ഹാർബർ ടൗൺ ആയിരുന്നു പണ്ട് പേര്, ഇപ്പോൾ വാട്ടർ ടൗൺ പേരിട്ടിരിക്കുക. പിന്നെ ഇതാകുമ്പോൾ കറക്റ്റ് മാച്ച്. നമ്മളിപ്പോൾ ഉള്ളത് പരത്തിലുള്ള വാട്ടർ ടൗണിലാണ്. പണ്ട് ഇതിൻ്റെ പേര് ഹാർബർ ടൗൺ ആയിരുന്നു. അപ്പോൾ ഈ കടയിലേക്ക് പോകുന്ന ഒരു ഔട്ട്ലെറ്റ് ഷോപ്സുകളാണ് ഇതെല്ലാം. ഇതിൽ നിന്നുമാണ് ബാക്കിയുള്ള എല്ലാ ഷോപ്സുകളിലേക്കുള്ള ഔട്ട്ലെറ്റ്, അതായത് യൂസ് ചെയ്യണം, ഡ്രസ്സ്, ഷൂസ് ഇതെല്ലാം പോകുന്നത്. നമുക്ക് ആ കടകളെല്ലാം കാണാം. ഓക്കെ, Hey, everyone in the house. Thank you. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സ്വപ്നാസ് ഫുഡ് ആൻഡ് ട്രാവലിൽ ഞാൻ ഇന്ന് 3 പെർത്തിലെ മേജർ സ്ഥലങ്ങളാണ് കാണിച്ചു തന്നിരിക്കുന്നത്. ഒന്ന് വന്നിട്ട് നമ്മൾ ഫസ്റ്റ് പോയ കാരുണ്യപ്പ് എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് സെൻറ്റർ. അതേമാതിരി രണ്ടാമത് നമ്മൾ കാണിച്ചു തന്നത് വാട്ടർ ടൗൺ, അതായത് ഹാർബർ ടൗൺ എന്നുള്ള പേര് അത് വാട്ടർ ടൗണായി മാറിയ ഒരു ഔട്ട്ലെറ്റ് ഷോപ്പിംഗ് സെൻറ്റർ. പിന്നെ അതേമാതിരി തേർഡ് വന്നിട്ട് DFOയും ഒരു ഔട്ട്ലെറ്റ് സെൻറ്ററാണ്. പെർത്ത് എയർപോർട്ടിൻ്റെ അടുത്താണ് DFO എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാൻ പുതിയ പുതിയ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരും. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യൂ. പിന്നെ കമൻ്റൊക്കെ തന്നു കഴിയുമ്പോൾ അതെനിക്ക് പ്രചോദനമാണ്. എങ്ങനെ ഇത് നന്നാക്കണം, അല്ലെങ്കിൽ ഇനി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, എന്തൊക്കെ കാണിച്ചു തരണം, അതൊക്കെ എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫ്രണ്ട്സുകളുടെയും കൂടെ ഒരു സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമല്ലേ ഈ കാര്യങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യൂ പെട്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം, ടാറ്റ, ബൈ ബൈ.